വലിയ കൊട്ടിഘോഷങ്ങളൊന്നുമില്ലാതെ വന്ന മലയാളിയെ ചിരിപ്പിച്ച ഏറ്റവും പുതിയ കുടുംബചിത്രമാണ് ഫാലിമി. 15 പെണ്ണ് കണ്ടിട്ടും അതൊന്നും സെറ്റാകാതെ 16ാമത്തെ പെണ്ണും കണ്ട് അത് എൻഗേജ്മെന്റിലെത്തിയിട്ട് അത് മുടങ്ങിയാൽ എങ്ങനെയിരിക്കും? നമ്മുടെ നായകൻ അനൂപ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒന്നും നോക്കാതെ കുടുംബത്തോടൊപ്പം കാശിക്ക് പോകുന്നു. ശേഷം നടക്കുന്ന വളരെ രസകരമായ സംഭവങ്ങളാണ് ഫാലിമി. ഹേ ഗൈസ്, വെൽക്കം ടു മൂവി ട്രാവലർ 2022. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ചിത്രത്തിന്റെ തുടക്കത്തിൽ ബാഗുമായി റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന കാശിക്ക് ടിക്കറ്റ് എടുക്കുന്ന ജനാർദ്ദനൻ എന്ന അപ്പൂപ്പനെയാണ് കാണിക്കുന്നത്. നമ്മുടെ ഈ അപ്പൂപ്പന് ഒറ്റയ്ക്ക് കാശിക്ക് പോകണമെന്ന് വലിയ ആഗ്രഹമാണ്. അപ്പൂപ്പൻ ടിക്കറ്റ് എടുത്ത് നേരെ വന്ന് നിൽക്കുന്നത് ഇളയ കൊച്ചുമകൻ അഭിയുടെ മുമ്പിലാണ്. അഭി അപ്പൂപ്പനെ കൈയോടെ പിടിച്ച് ഓട്ടോയിൽ കയറ്റി അമ്മ ജോലി ചെയ്യുന്ന ഒരു പ്രസ്സിലേക്ക് കൊണ്ടുപോകുന്നു. ഓരോ തവണ വീട്ടിൽ നിന്നിറങ്ങുമ്പോഴും അഭി ദേ ഇപ്പം ചെയ്ത പോലെ വീട്ടുകാരെ എങ്ങനെയെങ്കിലും പിടികൂടി തിരികെ കൊണ്ടുവരും. വയസ്സായ ആളല്ലേ, വഴിതെറ്റിയാലോ എന്തെങ്കിലും സംഭവിച്ചാലോ എന്നൊക്കെയുള്ള ടെൻഷനിലാണ് വീട്ടുകാർ. അങ്ങനെ നേരെ പ്രസ്സിലെത്തുന്ന അഭി ഓട്ടോയ്ക്ക് കൊടുക്കാനുള്ള കാശും അമ്മയുടെ കയ്യിൽ നിന്നും തട്ടിപ്പറിച്ച് നേരെ ചേട്ടൻ അനൂപിൻ്റെ അടുത്തേക്കാണ് വരുന്നത്. അനൂപ് ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്. ഹിന്ദി സീരിയലുകൾ മലയാളത്തിലേക്ക് ഡബ്ബ് ചെയ്യുന്നതാണ് പുള്ളിയുടെ പ്രധാന വരുമാനം. ഓട്ടോയ്ക്ക് കൂലി കൊടുക്കാനെന്നും പറഞ്ഞ് അഭി അനൂപിൻ്റെ കയ്യിൽ നിന്നും പൈസ വാങ്ങുന്നു. എന്നിട്ട് നേരെ വീട്ടിലെത്തും. വീട്ടിലെത്തിയിട്ടോ അപ്പൂപ്പൻ്റെ കയ്യിൽ നിന്നും തട്ടിപ്പറിച്ച് ഓട്ടോയ്ക്ക് കൂലി കൊടുക്കും. ഇതാണ് അനുവിൻ്റെ അച്ഛൻ ചന്ദ്രൻ. ആള് പണ്ടൊരു പ്രസ് നടത്തുകയായിരുന്നു. എന്നാലിപ്പോൾ അത് പൂട്ടി വീട്ടിൽ ടിവിയും കണ്ടിരുന്ന് ഉറക്കമാണ് ഫുൾ ടൈം. പിന്നെ വല്ലപ്പോഴും വല കെട്ടിയ പ്രസ്സിൽ പോയിരുന്ന കൂട്ടുകാരൻ ചാക്കോയുടെ കൂടെ വെള്ളമടിക്കും. ഇതാണ് അനുവിൻ്റെ അമ്മ രമ. പുള്ളിക്കാരി ഒരു പ്രസ്സിൽ ജോലി ചെയ്യുകയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അത്യാവശ്യം സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെയുള്ള ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ് ഇത്. അനു മാട്രിമോണിയൽ രജിസ്റ്റർ ചെയ്ത് പറ്റിയൊരു പ്രൊഫൈലിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അഭി IELTS ഒക്കെ എഴുതി UK പോകാനുള്ള തയ്യാറെടുപ്പിൽ നടക്കുന്നൊരു പയ്യനാണ്. അടിച്ചു പൊളിച്ച് നടക്കുക എന്നതാണ് പുള്ളിയുടെ ഒരു രീതി. 2 തവണ ടെസ്റ്റ് എഴുതിയെങ്കിലും അതൊന്നും സെറ്റായില്ലെങ്കിലും അദ്ദേഹം ശ്രമം ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പൂപ്പൻ വെറുതെ ഇരിക്കുമ്പോൾ ചെറിയ കമ്പികൾ ഉപയോഗിച്ച് ഇങ്ങനെ രൂപങ്ങൾ ഉണ്ടാക്കുന്നതാണ് പുള്ളിയുടെ ഒരു ശീലം. വീട്ടിലെ പ്രശ്നങ്ങളൊന്നും അഭിയെ ബാധിക്കുന്നില്ല. അവനങ്ങനെ അടിച്ചു പൊളിച്ച് ഫ്രണ്ട്സിൻ്റെ കൂടെ നടപ്പാണ്. ഇത് നമ്മുടെ അപ്പൂപ്പൻ്റെ ഫ്രണ്ടാണ്, തൊട്ടടുത്ത വീട്ടിലെ രവിമാമൻ. നടക്കാൻ പറ്റാത്ത രവിമാമൻ ഫുൾ ടൈം വീൽ ചെയറിലാണ്. ഇത്തവണയും അപ്പൂപ്പൻ്റെ കാശിക്ക് പോക്ക് മുടങ്ങിയതിന് നമ്മുടെ അപ്പൂപ്പനെ നൈസായിട്ട് രവിമാമൻ കളിയാക്കുന്നുണ്ട്. ഇനിയും അവസരം കിട്ടുമല്ലോ എന്ന് പറഞ്ഞ് നമ്മുടെ ജനാർദ്ദനൻ അപ്പൂപ്പൻ സമാധാനപ്പെടുന്നു. അനുവും അച്ഛനും തമ്മിൽ മാനസികമായി അത്ര അടുപ്പത്തിലൊന്നുമല്ല. അച്ഛനിങ്ങനെ മടി പിടിച്ച വീട്ടിൽ തന്നെ ഇരിക്കുന്നത് അവന് വലിയ ദേഷ്യമാണ്. സഹകരണ ബാങ്കിൽ നിന്നെടുത്ത ലോൺ തിരികെ അടച്ചു തീർക്കാത്തതിന് ബാങ്കുകാരെ കുടുംബത്തെ മൊത്തം ബാങ്കിലേക്ക് വിളിച്ചു വരുത്തി സംസാരിക്കുന്നു. നിങ്ങൾ ആ പ്രസ് വിറ്റ് എങ്ങനെയെങ്കിലും ബാങ്ക് ലോൺ അടയ്ക്കാനൊക്കെ മാനേജർ അവരോട് പറയുന്നു. അടുത്ത സീനിൽ അനുവിൻ്റെ മാമി വീട്ടിലേക്ക് വരും. ഒരു 3 മാസം മുമ്പ് ഇവരെല്ലാം കൂടി മാമിയുടെ കെയർ ഓഫിൽ പോയൊരു പെണ്ണ് കണ്ടിരുന്നു. അത് അവർക്ക് ഇപ്പോൾ നടത്താൻ താല്പര്യമുണ്ടെന്ന് അറിയിച്ചിരിക്കുകയാണ്. നമുക്കത് നടത്തിയാലോ എന്ന് ചോദിക്കാൻ വന്നതാണ് മാമി. എന്നാൽ അന്ന് അവർ മറുപടി പറയാതെ ഇത്രയും താമസിച്ച് മറുപടി പറഞ്ഞതിന് അനുവിന് ആ വീട്ടുകാരുടെ നല്ല നീരസമുണ്ട്. അവർക്ക് ഈ ബന്ധത്തിൽ താല്പര്യമില്ല. ഉണ്ടായിരുന്നതിൽ 3 മാസം ഒന്നും എടുക്കില്ല, അന്നേ പറഞ്ഞേനെ. തന്നെയുമല്ല, പെണ്ണിന് ഞാൻ അന്ന് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് അവളത് കണ്ടിട്ടും എനിക്ക് റിപ്ലൈ തന്നില്ല എന്നൊക്കെ അനു പരാതി പറഞ്ഞ് ദേഷ്യപ്പെടുന്നു. അനഘ എന്നാണ് ആ കുട്ടിയുടെ പേര്. അനഘ ഒരു ടീച്ചറാണ്. അങ്ങനെ അനു തട്ടിക്കയറി സംസാരിക്കുന്നത് കണ്ട് ഡിഗ്രി പോലുമില്ലാത്ത നിനക്ക് ബിഎഡുകാരിയെ കിട്ടുന്നത് വലിയ കാര്യമാണെന്ന് അച്ഛൻ പറയും. ഇത് കേട്ട് അനുവിന് ഒന്നുകൂടെ കലി കയറുന്നു. ഏതായാലും നന്നായിട്ട് ആലോചിക്കാനൊക്കെ പറഞ്ഞിട്ട് മാമി അങ്ങനെ അവിടെ നിന്നും പോകും. ഏകദേശം 15ഓളം പെണ്ണ് കണ്ടിട്ടും ഒന്നും സെറ്റാകാത്തത് ഇനി ചേട്ടൻ ഗേ എങ്ങാനുമായതുകൊണ്ടാണോ എന്ന് അഭി വരെ അനുവിനോട് ചോദിക്കുന്നു. ഒരു ദിവസം അനഘ അനുവിന് മെസ്സേജ് അയക്കും. പെണ്ണ് കാണാൻ വന്ന സമയത്ത് ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ലായിരുന്നു. ഇപ്പോൾ വീട്ടിൽ വീണ്ടും ആലോചനകൾ നടക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഓക്കെയാണ്. നേരത്തെ ഞാൻ മെസ്സേജിന് റിപ്ലൈ തരാഞ്ഞതുകൊണ്ട് മനസ്സിൽ ദേഷ്യമൊന്നും വെച്ചേക്കണ്ട എന്ന് അവൾ പറയുന്നതോടെ അനുവിന് ഭയങ്കര സന്തോഷമാകും. അതുവരെ റിപ്ലൈ ഒന്നും കിട്ടാഞ്ഞതിലുള്ള അവൻ്റെ ദേഷ്യവും ഇല്ലാതെയാകും. പിന്നീട് അങ്ങോട്ട് മെസ്സേജും കോളും ഒക്കെ ആയിട്ട് അവരങ്ങനെ അടുക്കുന്നു. ഒരു ദിവസം അമ്മ വന്ന് ആലോചനക്കാരോട് എന്തു പറയുമെന്ന് അനുവിനോട് ചോദിക്കുമ്പോൾ വലിയ താല്പര്യമൊന്നുമില്ലാത്ത രീതിയിൽ എല്ലാം നിങ്ങൾ തന്നെയല്ലേ തീരുമാനിക്കുന്നത്, അതുപോലെ ഇതും അങ്ങ് തീരുമാനിച്ചാൽ മതിയെന്ന് അവൻ പറയും. എന്നാൽ ഇതിനിടെ ഒരു ദിവസം അനു സ്കൂളിൽ വന്ന് അനഘയെ നേരിട്ട് കണ്ട് സംസാരിക്കുകയും ചെയ്യും. കാര്യങ്ങളൊക്കെ വളരെ ഹാപ്പിയായി അങ്ങനെ പോകുന്നത് കൊണ്ട് തന്നെ അപ്പൂപ്പനോട് വന്ന് ഞാൻ അപ്പൂപ്പനെ ഒരു രാജാവിനെ പോലെ കാശിക്ക് കൊണ്ടുപോയി തിരികെ കൊണ്ടുവരുമെന്നൊക്കെ പറയുന്നുണ്ട്.
അങ്ങനെ കല്യാണ ഒരുക്കങ്ങൾക്കായി വീട് വൃത്തിയാക്കാൻ വേണ്ടി രമ ഒരു ഹിന്ദിക്കാരനെ വീട്ടിലേക്ക് പറഞ്ഞുവിടും. എന്നിട്ട് ചന്ദ്രനെ വിളിച്ച് വീടും പരിസരവും വൃത്തിയാക്കി മതിലും കൂടി തേച്ചിറച്ച് കഴുകാൻ ആ ഹിന്ദിക്കാരനോട് പറയണം. അയാൾക്ക് കൊടുക്കാനുള്ള പൈസ ഫ്രിഡ്ജിന് മുകളിൽ വെച്ചിട്ടുണ്ടെന്ന് രമ പറയും. എന്നാൽ ചന്ദ്രനാകട്ടെ ഹിന്ദിക്കാരനെ പറഞ്ഞു വിട്ടിട്ട് കൂട്ടുകാരൻ ചാക്കോയെയും വിളിച്ച് ഫ്രിഡ്ജിന് മുകളിലിരുന്ന പൈസ എടുത്ത് വെള്ളമടിച്ച് വീട് മുഴുവനും വൃത്തിയാക്കുന്നു. അങ്ങനെ ദിവസങ്ങൾ കഴിയുന്നു. ഒരു ദിവസം അനു ഡബ്ബിംഗ് സ്റ്റുഡിയോയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോൾ ഒരാൾ താഴെ വന്നു നിന്ന് തന്നെ തുറച്ചു നോക്കുന്നത് അനു കാണുന്നു. എന്നാൽ അവനത് അത്ര കാര്യമാക്കില്ല. എന്നിട്ട് ഫുഡ് കഴിക്കാൻ പുറത്തേക്ക് ബൈക്കിൽ പോകുമ്പോൾ അയാൾ തന്നെ ഫോളോ ചെയ്ത് വരുന്നതായി കാണും. അനുന്ന് അയാൾ വിളിക്കാൻ തുടങ്ങുമ്പോഴേക്കും ഒരു വണ്ടി വന്ന് അയാളെ ഇടിച്ചിടുകയും ചെയ്യുന്നു. അതാരാണെന്ന് അനുവിനും കൂട്ടുകാരനും മനസ്സിലാകുന്നുമില്ല. അതുകൊണ്ട് അവരത് കാര്യമാക്കാതെ പോകും. അങ്ങനെ ഏതായാലും അനുവിന്റെ നിശ്ചയ ദിവസമാകുന്നു. നിശ്ചയത്തിന് പെണ്ണിന്റെ കയ്യിൽ മോതിരമിടുന്നതും അനുവിനെ റോഡിൽ നിന്ന് നോക്കി പേടിപ്പിച്ചയാൾ ഒടിഞ്ഞ കൈയും കൊണ്ട് അവിടേക്ക് വന്ന് ബഹളം വെക്കുന്നു. 5 മാസം എന്നെ പ്രണയിച്ചിട്ട് നിന്നെ കൊണ്ട് വേറെ ഞാൻ കെട്ടിക്കില്ല, നിന്നെ കെട്ടാൻ ആരും വരില്ല, നീ അങ്ങനെ കെട്ടി സുഖമായി ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ലെന്നൊക്കെ പറഞ്ഞ് അയാൾ വല്ലാതെ ബഹളം വെക്കും. ഇതൊക്കെ കേട്ട് ആകെ കിളിപോയി അനു നിൽക്കുമ്പോഴേക്കും അഭി ഒരു കസേര കൊണ്ടുവന്ന് അയാളെ അടിച്ചിടുന്നു. സംഭവം അങ്ങനെ കേസാകും. അടികൊണ്ടവൻ ആള് ശരിയല്ല, നീ നോക്കിയും കണ്ടും നടന്നു, അവന്റെ കൂട്ടുകാർ നിനക്കിട്ട് പണി തരുമെന്നൊക്കെ പോലീസ് അഭിയോട് പറയുന്നു. നിശ്ചയം മുടങ്ങുന്നതോടെ അനു മാനസികമായി തകരുന്നു. മറ്റുള്ളവരുടെ നോട്ടവും കുത്തുവാക്ക് പറച്ചിലും അങ്ങനെ എല്ലാം കൊണ്ടും വല്ലാത്തൊരവസ്ഥ. അനഘയുടെ നമ്പർ അങ്ങനെ അവൻ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യും. ഒരുപാട് തവണ വിളിച്ചിട്ടും കിട്ടാത്തതുകൊണ്ട് അനഘ അനുവിനെ നേരിട്ട് വന്ന് കാണുന്നു. 5 മാസമായി അയാൾ എൻ്റെ പുറകെ നടന്ന് ശല്യം ചെയ്യുകയായിരുന്നു. അതെങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ആകും? ഒരു വാക്ക് എന്നെ വിളിച്ച് ചോദിച്ചത് പോലുമില്ല നിങ്ങൾ. കല്യാണം കഴിഞ്ഞായിരുന്നു ഇങ്ങനെ സംഭവിച്ചതെങ്കിൽ നിങ്ങൾ എന്നെ ഉപേക്ഷിക്കുമായിരുന്നോ എന്നൊക്കെ ദേഷ്യത്തിലും സങ്കടത്തിലും ചോദിച്ചിട്ട് അനു കയ്യിലിട്ട മോതിരം അനഘ തിരിച്ചേൽപ്പിച്ച് അവൾ അവിടെ നിന്നും പോകും. അതോടെ അനുവിന് സങ്കടം തീരെ സഹിക്കാൻ വയ്യാതെയാകുന്നു. അതിനിടയിൽ അപ്പൂപ്പൻ വീണ്ടും കാശിക്കിറങ്ങും. ഇത്തവണ ചാക്കോ പിടികൂടി അപ്പൂപ്പനെ തിരികെ കൊണ്ടുവരും. ഇത് കാണുന്ന അനു ഇവിടെ ആരും ആരുടെയും ആഗ്രഹം സാധിച്ചു കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഏതായാലും അപ്പൂപ്പനെയും കൊണ്ട് കാശിക്ക് പോകാൻ തീരുമാനിച്ചു. കൂടെ വരണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ വരാമെന്ന് പറയുന്നു. അപ്പൂപ്പൻ അതോടെ ഭയങ്കര ഹാപ്പിയാകും. അമ്മ അച്ഛനെയും പോകാൻ നിർബന്ധിക്കുന്നു. അപ്പോൾ ഞാൻ വരുന്നില്ല എന്നും പറഞ്ഞ് അച്ഛൻ അങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കും. ഇതിനിടെ കല്യാണം മുടക്കിയുടെ ഫ്രണ്ട്സ് അഭിയെ സ്കെച്ച് ചെയ്യുന്നു. അവൻ ഒരുവിധം ഓടിപ്പാഞ്ഞ് വീട്ടിലേക്ക് വരും. അവിടെ അഭിയുടെ അച്ഛൻ നിൽക്കുന്നത് കാണുന്നതോടെ അടിക്കാൻ വന്നവർ തിരിച്ചോടുന്നു. ഇനി ഇവിടെ നിന്നാൽ അവന്മാർ പഞ്ഞിക്കിടുമെന്ന് ഉറപ്പാകുന്നതോടെ അഭി ഒരു ബാഗിൽ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് നാടുവിടാനായിട്ട് തീരുമാനിക്കും. എന്നാൽ ഇത് അറിയാതെ തന്നെ അനു അഭിയോട് വന്ന് ഞാൻ അപ്പൂപ്പനെയും കൊണ്ട് കാശിക്ക് പോവാണ്, വേണേൽ നിനക്കും കൂടെ വരാമെന്ന് പറയുന്നു. അഭിയാണെ കേട്ട പാതി കേൾക്കാത്ത പാതി ബാഗുമായി റെഡി. എല്ലാവരും അങ്ങനെ കാശിക്ക് പോകാൻ തയ്യാറാവുന്നത് കൊണ്ട് അച്ഛനും പോകാൻ തീരുമാനിക്കും. അങ്ങനെ ചാക്കോയുടെ കയ്യിൽ നിന്നൊരു 2000 രൂപ കടവും വാങ്ങി യാത്രയ്ക്ക് അച്ഛനും തയ്യാറാകും. അപ്പൂപ്പൻ കാശിക്ക് പോകുന്ന സന്തോഷം രവിമാമനോടും വന്ന് പറയുന്നുണ്ട്. ഒറ്റയ്ക്ക് പോകാൻ ആഗ്രഹിച്ചിട്ട് കുടുംബത്തോടൊപ്പം പോകാൻ കഴിഞ്ഞത് ഭാഗ്യമാണെന്നൊക്കെ മാമൻ അപ്പൂപ്പനോട് പറയും. അതുമാത്രമേ ഉള്ളൂ എനിക്കൊരു ടെൻഷനെന്ന് അപ്പൂപ്പനും കൗണ്ടർ അടിക്കും. തമാശയ്ക്ക് അപ്പൂപ്പൻ രവിമാമനോട് നീയും വരുന്നോ എന്ന് ചോദിക്കുമ്പോൾ നീ എന്താ എന്നെ കളിയാക്കുകയാണോ എന്നാണ് രവിമാമൻ ചോദിക്കുന്നത്. കാരണം രവിമാമനും കാശിക്ക് പോകണമെന്ന് അതിയായി ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ കൂട്ടുകാരനോട് സന്തോഷത്തോടെ യാത്രയൊക്കെ പറഞ്ഞ് അപ്പൂപ്പനും ഇറങ്ങുന്നു. തീവണ്ടിയിലാണ് ഇവർ ട്രിപ്പ് പോകുന്നത്. വാരണാസി, ബനാറസ് ഉൾപ്പെടെ കാശി ഫുൾ കറങ്ങാനാണ് ഫാമിലിയുടെ പ്ലാൻ. അവരങ്ങനെ യാത്ര ആരംഭിക്കും. യാത്രയ്ക്കിടെ ഓരോ സ്റ്റേഷനിലും ട്രെയിൻ നിർത്തുമ്പോൾ അച്ഛനിറങ്ങി അവിടുത്തെ പ്രത്യേക സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിക്കുന്നു. ട്രെയിൻ എടുക്കുമ്പോഴാണ് പുള്ളി വന്ന് മിക്കവാറും ട്രെയിനിൽ കയറുന്നത്. അങ്ങനെ ഒരിടത്തിറങ്ങി പാനിപ്പൂരി കഴിക്കുന്നതോടെ അച്ഛൻ്റെ വയറിന് പണി കിട്ടും. അതോടെ എല്ലാ സ്റ്റേഷനിലും ഇറങ്ങിയുള്ള ആ കഴിപ്പങ്ങ് നിൽക്കും. വയറിന് സുഖമില്ലാഞ്ഞതുകൊണ്ട് തന്നെ രാത്രി ഒരു സ്റ്റേഷനിൽ ട്രെയിൻ നിർത്തുമ്പോൾ ഒരു കൊച്ചു പയ്യൻ ചായ വിൽക്കുന്നത് കണ്ട് അച്ഛൻ അവിടേക്ക് വന്ന് ചായ വാങ്ങി കുടിക്കും. കുടിച്ചു നോക്കുമ്പോൾ അത് കൊള്ളില്ല. അത് കളഞ്ഞിട്ട് ഒരു കോഫി വാങ്ങുന്നു. ശേഷം എത്രയായി എന്ന് ചോദിക്കുമ്പോൾ ആ പയ്യൻ കളഞ്ഞ ചായയ്ക്ക് കൂടിയാണ് വില പറയുന്നത്. എന്നാൽ ചന്ദ്രൻ അത് കൊടുക്കാൻ തയ്യാറാകുന്നില്ല. 500 ഒരു നോട്ട് കൊടുത്തിട്ട് കോഫിയുടെ കാശെടുത്ത ബാലൻസ് തരാൻ ചന്ദ്രൻ പറയുമ്പോൾ ആ പയ്യനാണെങ്കിൽ നോട്ടുമായി ഒരൊറ്റ ഓട്ടമാണ്. ചന്ദ്രനുണ്ടോ വിടുന്നു, അയാളും പുറകെ ഓടും. അപ്പോഴേക്കും ട്രെയിൻ എടുത്തത് കണ്ട് രമ ഭർത്താവിനെ വിളിച്ച് കാറി കൂവുന്നു. ഒരുവിധം പ്ലാറ്റ്ഫോമിലേക്ക് ചന്ദ്രൻ തിരികെ വന്ന് കയറുന്നെങ്കിലും ട്രെയിൻ അല്പം സ്പീഡായതുകൊണ്ട് ചന്ദ്രന് ട്രെയിനിലേക്ക് കയറാൻ പറ്റുന്നില്ല. എൻ്റെ കയ്യിൽ പിടിച്ച് ചാടി കയറാൻ പറഞ്ഞ രമ കൈ നീട്ടി കൊടുക്കുന്നതും അങ്ങോട്ട് ചാടി കയറുന്നതിന് പകരം രമയെ കൂടി ചന്ദ്രൻ വലിച്ച് താഴേക്കിടുന്നു. ഈ സീൻ വളരെ റൊമാൻറ്റിക് ആയിട്ടൊരു പാട്ടൊക്കെ ഇട്ടാണ് അവർ കാണിച്ചിരിക്കുന്നത്. ഇതേ സമയം എന്തോ ശബ്ദം കേട്ടുകൊണ്ടിരുന്ന അനു നോക്കുമ്പോൾ പറന്നു പോകുന്ന രമയെയാണ് കാണുന്നത്. അഭിയെ തട്ടി വിളിച്ച് അമ്മ തേണ്ടടാ എയറിലെന്ന് പറഞ്ഞ് അനു ട്രെയിനിൽ നിന്ന് ചാടി പുറത്തേക്ക് ഇറങ്ങുന്നു. കൂടെ അഭിയും. അങ്ങനെ അപ്പനും അമ്മയും മക്കളും പ്ലാറ്റ്ഫോമിലും അപ്പൂപ്പനും ലഗേജും ഇതൊന്നും അറിയാതെ ട്രെയിനിലും. സ്റ്റേഷൻ മാസ്റ്ററോട് അവർ വന്ന് അപ്പൂപ്പനും ലഗേജും മിസ്സായെന്ന് പറയുമ്പോൾ
അപ്പൂപ്പനും ലഗേജുമല്ല, നിങ്ങളാണ് മിസ്സായിരിക്കുന്നത്. ഇനിയിപ്പോൾ ഏതായാലും ഇവിടുന്ന് അങ്ങോട്ട് ട്രെയിനൊന്നുമില്ല. അതുകൊണ്ട് അപ്പൂപ്പനെയും ലഗേജും അടുത്ത സ്റ്റേഷനിൽ ഇറക്കിയേക്കാം. നിങ്ങൾ ഓട്ടോ വിളിച്ച് രാവിലെ അങ്ങോട്ട് പോയാൽ മതിയെന്ന് സ്റ്റേഷൻ മാസ്റ്റർ പറയുന്നു. പിന്നെ കാശിക്ക് പോകണമെങ്കിൽ ഇനി ബസ്സിൽ മാത്രമേ യാത്ര പോകാനും പറ്റുമായിരുന്നുള്ളൂ. ചന്ദ്രൻ ഇതൊന്നും ശ്രദ്ധിക്കാതെ പട്ടിയെ കളിപ്പിച്ച് അവിടെ അങ്ങനെ നിൽക്കുകയാണ്. അത് കാണുന്നതും അനുവിന് കലി കയറുന്നു. ചന്ദ്രൻ കാരണമാണല്ലോ ഇതൊക്കെ സംഭവിച്ചത്. ആ ദേഷ്യം കൂടി ആവുമ്പോൾ അവൻ അച്ഛനോട് തട്ടിക്കയറും. അച്ഛനും ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല. നീ എൻ്റെ അച്ഛനല്ല, ഞാനാണ് നിൻ്റെ അച്ഛൻ എന്നൊക്കെ പറഞ്ഞ് അവർ തമ്മിൽ അങ്ങനെ വാക്കേറ്റമാകും. ഇതൊക്കെ കാണുന്ന അമ്മയ്ക്കും കലി കയറി അമ്മയും അവരോട് ദേഷ്യപ്പെടും. അവരങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോഴേക്കും ചന്ദ്രൻ്റെ പൈസയുമായി മുങ്ങിയ പയ്യൻ അവിടേക്ക് വരുന്നു. ചന്ദ്രനെ കാണുന്നതും അവൻ പേടിച്ച് 500 രൂപയും കയ്യിലുണ്ടായിരുന്ന കുറച്ച് ചില്ലറ തൊട്ടുമൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഓടിപ്പോകും. പിറ്റേന്ന് അങ്ങനെ നേരം വെളുക്കുന്നതോടെ ഓട്ടോയിൽ അപ്പൂപ്പനെ ഇറക്കിയ സ്ഥലത്തേക്ക് എല്ലാവരും കൂടി എത്തുന്നു. അവരെ കാണുന്ന അപ്പൂപ്പൻ, എന്തിനിടെ എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്, ഞാൻ എങ്ങനെയും പോയിട്ട് തിരികെ വന്നേനെ എന്ന് അപ്പൂപ്പൻ ദേഷ്യത്തോടെ പറയുന്നു. ശേഷം ആളുകൾ കുത്തി നിറഞ്ഞു വരുന്ന ഒരു ബസ്സിൽ അവരങ്ങനെ യാത്ര തുടരും. എന്നാൽ ഒരു സ്ത്രീ വെറ്റില മുറുക്കി ഒലിപ്പിക്കുന്നതൊക്കെ കാണുന്നതോടെ രമയ്ക്ക് ഛർദ്ദിക്കാൻ വരുന്നു. സഹി കിടന്നതോടെ അവരങ്ങനെ ബസ്സിൽ നിന്നും ഇറങ്ങും. ഇറങ്ങിയെടുത്ത് വണ്ടിയൊന്നും കിട്ടുന്ന സ്ഥലമായിരുന്നില്ല. അവരങ്ങനെ നടക്കാൻ തീരുമാനിക്കും. അങ്ങനെ നടന്ന് കുറേ കഴിഞ്ഞ് വണ്ടി കിട്ടാതെ അവരൊരിടത്ത് വെയിറ്റ് ചെയ്യും. അങ്ങനെ വണ്ടി കിട്ടാതെ ആകുന്നത് കൊണ്ട് തന്നെ അപ്പൂപ്പൻ ഒരു ചെറിയ അള്ളുണ്ടാക്കി അഭിയുടെ കയ്യിൽ കൊടുത്തിട്ട് അത് റോഡിലിടാൻ പറയുന്നു. അങ്ങനെ അള്ള് റോഡിൽ വെച്ച് അവരങ്ങനെ വെയിറ്റ് ചെയ്യും. ചില വണ്ടികൾ അതിൽ കയറാതെയൊക്കെ പോകുമെങ്കിലും ഒരു വണ്ടി അള്ളിന് തൊട്ട് മുന്നിൽ വന്ന് നിർത്തുന്നു. ബട്ട് അതിൽ ലിഫ്റ്റ് തരണമെങ്കിൽ ഒരാൾക്ക് 500 രൂപ വേണമെന്ന് വണ്ടിക്കാരൻ പറയും. മറ്റു നിവൃത്തിയില്ലാഞ്ഞതുകൊണ്ട് തന്നെ അവർ ആ വണ്ടിയിലേക്ക് കയറാൻ തുടങ്ങും. പഞ്ചറാകാൻ പോകുന്ന വണ്ടിയിൽ എന്തിനിടെ കയറുന്നത്, നീ അള്ളെടുത്ത് മാറ്റാൻ അപ്പൂപ്പൻ അഭിയോട് പറയും. അനു എല്ലാവരെയും വഴക്ക് പറഞ്ഞ് അപ്പോഴേക്കും വണ്ടിയിലേക്ക് കയറ്റുന്നു. ഭാഗ്യത്തിന് സ്റ്റിയറിംഗ് അല്പം മാറ്റി പിടിക്കുന്നത് കൊണ്ട് തന്നെ വണ്ടി അള്ളിൽ കയറാതെ രക്ഷപ്പെടുന്നു. എന്നാൽ ആ വണ്ടിയുടെ തൊട്ടു പുറകെ വന്ന വണ്ടി അള്ളിൽ കയറുകയും ചെയ്യും. അവരങ്ങനെ യാത്ര തുടരുന്നതിനിടയിൽ ഒരിടത്ത് ചെക്കിംഗ് നടക്കുന്നത് കണ്ട് ഡ്രൈവർ ഒന്ന് പേടിക്കുന്നു. പോലീസ് വന്ന് ഈ വണ്ടിയിലിരിക്കുന്നത് ആരൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ ബന്ധുക്കളാണെന്ന് ഡ്രൈവർ പറയും. എന്നാൽ കുറേ ചോദ്യങ്ങൾ പോലീസ് ചോദിക്കുമ്പോൾ ആരും മിണ്ടുന്നില്ല. അത് കാണുന്നതോടെ പോലീസിന് ഡൗട്ട് അടിക്കുന്നു. അത് മനസ്സിലാകുന്നതോടെ ഡ്രൈവർ വണ്ടിയെടുത്ത് പാഞ്ഞൊരു പോക്കാണ്. ഇതോടെ വണ്ടിയിലിരുന്ന് എല്ലാവരും നിലവിളിക്കാൻ തുടങ്ങും. വണ്ടി നിർത്താൻ പറഞ്ഞ മൊത്തത്തിൽ നിലവിളി. അയാൾ എന്നാൽ വണ്ടി നിർത്താതെ ഓഫ് റോഡിലേക്ക് കയറുന്നു. ശരിക്കും അയാൾ ഒരു ക്രിമിനലാണ്. വണ്ടിക്കകത്തുള്ളത് എന്തോ ഇല്ലീഗലായ കുറച്ച് സാധനങ്ങളൊക്കെ ആയിരുന്നു. അനു ഒരുവിധം ഹാൻഡ് ബ്രേക്ക് പിടിച്ച് വണ്ടി നിർത്തുന്നു. അതോടെ ഡ്രൈവർ ഇറങ്ങി വന്ന് എല്ലാത്തിനെയും തെറി പറയും. ചോദ്യം ചെയ്യുന്ന അഭിയെ തല്ലുകയും ചെയ്യുന്നു. അതോടെ അവർ വീണ്ടും പെരുവഴിയിലാകും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തി വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഒരു ബസ് കിട്ടും. അവരങ്ങനെ വീണ്ടും യാത്ര തുടരും. അവരങ്ങനെ ബസ്സിൽ പോകുമ്പോൾ ചന്ദ്രനെ വിളിച്ച് രവിമാമൻ മരിച്ചുപോയതായി ചാക്കോ അറിയിക്കുന്നു. ഇതോടെ അപ്പൂപ്പനാകെ തകർന്നു പോകുന്നു. അദ്ദേഹം ഭയങ്കരമായിട്ട് നിലവിളിക്കാനും തുടങ്ങും. കാരണം വളരെ സന്തോഷത്തോടെ യാത്ര പറഞ്ഞു വിട്ടതാണല്ലോ രവിമാമൻ. രവിമാമനും അപ്പൂപ്പനും തമ്മിൽ വളരെ വലിയ സൗഹൃദമായിരുന്നു. രവിമാമന്റെ മരണം അറിയുന്നതോടെ അപ്പൂപ്പനാകെ സൈലന്റ് ആകും. അതുവരെ ഉണ്ടായിരുന്ന അപ്പൂപ്പന്റെ സന്തോഷമെല്ലാം അപ്പൂപ്പനെ വിട്ടുപോകും. അവരങ്ങനെ ഒരുവിധം വാരണാസിയിലെത്തുന്നു. രാത്രി ആയതുകൊണ്ട് തന്നെ ഒരു റൂം എടുത്ത് തങ്ങുന്നു. പിറ്റേന്ന് രാവിലെ രമ എണീച്ചു നോക്കുമ്പോൾ അപ്പൂപ്പനെ കാണുന്നില്ല. അപ്പൂപ്പന്റെ ബാഗ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. റിസപ്ഷനിൽ തിരക്കുമ്പോൾ വെളുപ്പിന്റെ 3 മണിക്ക് കുറച്ച് സ്വാമിമാരുടെ കൂടെ പോകുന്നത് കണ്ടുവെന്ന് അയാൾ പറയും. അവരങ്ങനെ അപ്പൂപ്പനെ തപ്പി നടക്കുന്നതിനിടയിൽ ചെക്ക് പോസ്റ്റിൽ വെച്ച് കണ്ട പോലീസ് ഇവരെ കാണുന്നു. ശേഷം എല്ലാത്തിനെയും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യും. അവൻ ഞങ്ങളെ പറ്റിച്ചതാണ്, അവനുമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ലെന്നൊക്കെ അനു ഒരുവിധം പറഞ്ഞൊപ്പിക്കും. എന്നാൽ അവിടുത്തെ ഉദ്യോഗസ്ഥ നിങ്ങളെ കണ്ടിട്ടൊരു ഫാമിലിയാണെന്ന് തോന്നുന്നില്ല, ID പ്രൂഫ് ആണെങ്കിൽ കയ്യിലില്ല, അച്ഛനും മകനുമാണെന്നല്ലേ പറഞ്ഞത്. അനുവിൻ്റെ ഫോണിലേക്കൊന്ന് വിളിക്കാൻ ചന്ദ്രനോട് അവർ പറയും. ചന്ദ്രൻ വിളിക്കുമ്പോഴോ ആ നമ്പർ അതിൽ സേവ്ഡുമല്ലായിരുന്നു. മാനസികമായി അത്ര അടുപ്പത്തിലല്ലായിരുന്നത് കൊണ്ട് തന്നെ അനു അച്ഛൻ്റെ നമ്പറൊന്നും സേവ് ചെയ്തിരുന്നില്ല. എങ്കിലും രമ തൻ്റെ ഫോണിൽ കിടന്ന ഒരു പഴയ ഫാമിലി ഫോട്ടോ എടുത്ത് കാണിക്കുന്നതോടെ പോലീസുകാർ അവരെ വിട്ടയക്കുന്നു. സ്റ്റേഷനിൽ നിന്നിറങ്ങി അവർ വീണ്ടും അപ്പൂപ്പനെ അന്വേഷിച്ച് നടക്കും. അങ്ങനെ ഗംഗാനദി തീരത്തെത്തി ആൾക്കാരെയൊക്കെ കാണാതാകുന്നിടത്തേക്ക് ചെന്ന് അപ്പൂപ്പനെ കാണാതെ പോയതായി അനൗൺസ് ചെയ്യും. എന്നിട്ട് ഒരു പില്ലറിൻ്റെ ചുവട്ടിൽ അപ്പൂപ്പന് വേണ്ടി അവർ വെയിറ്റ് ചെയ്യുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ പ്രമോദ് എന്നൊരാൾ അവരെ വന്ന് പരിചയപ്പെടും. ആളൊരു മലയാളിയായിരുന്നു. തന്നെയുമല്ല അനു മലയാളത്തിൽ ഡബ് ചെയ്യുന്ന സീരിയൽ കണ്ട് അനുവിൻ്റെ ശബ്ദത്തിൻ്റെ ഫാൻ കൂടിയായിരുന്നു പ്രമോദ്. അപ്പൂപ്പൻ്റെ കാര്യം അറിയുന്നതോടെ പ്രമോദിൻ്റെ സഹായത്തോടെ അവിടെയുള്ള ഓരോ ചെറിയ ചെറിയ ഹോമുകളിലും ചെന്ന് അപ്പൂപ്പനെ അവർ അന്വേഷിക്കും. ഒരു ഹോമിൽ ജനാർദ്ദനൻ എന്നൊരാൾ ഉണ്ടെന്ന് മനസ്സിലാക്കി പ്രമോദ് ചെന്ന് ആളെ കണ്ടുപിടിക്കും. ശരിക്കും അത് നമ്മുടെ അപ്പൂപ്പനായിരുന്നില്ല,
പ്രമോദ് ആളെ വിളിച്ചു കൊണ്ടുവന്ന് കുടുംബത്തെ കാണിക്കും. അന്നേരമാണ് അത് തങ്ങളുടെ അപ്പൂപ്പനല്ല എന്ന് അവർ മനസ്സിലാക്കുന്നത്. അവരങ്ങനെ വീണ്ടും നിരാശയിലാകുന്നു. രാത്രി റൂമിൽ നിന്ന് അച്ഛനും മകനും അപ്പൂപ്പൻ്റെ കാര്യം പറഞ്ഞ് തർക്കിക്കും. എൻ്റെ അച്ഛന് ഞാൻ മാത്രമല്ല മകൻ, എനിക്ക് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ടെന്ന് ചന്ദ്രൻ പറയുമ്പോൾ അച്ഛൻ അപ്പൂപ്പൻ്റെ കാര്യങ്ങളൊന്നും അന്വേഷിക്കാത്തതിനും കുടുംബം നോക്കാത്തതിനുമൊക്കെ അനു അച്ഛനെ കുറ്റപ്പെടുത്തുന്നു. ഇതൊക്കെ കേൾക്കുന്ന ചന്ദ്രൻ നല്ല വിഷമമാകുന്നു. മക്കളോട് ഒന്ന് ചിരിക്കാൻ പോലും അച്ഛൻ ശ്രമിച്ചിട്ടില്ല. ആ പ്രസ് വെറുതെ കിടന്ന് നശിക്കുകയല്ലേ എന്നൊക്കെ അനു പറയുമ്പോൾ ഞാനത് വിൽക്കാൻ ഏൽപ്പിച്ചിരിക്കുകയാണ്, അത് വിറ്റ് കിട്ടുന്ന കാശ് നിങ്ങളെടുത്ത് എന്തെങ്കിലും ചെയ്ത് രക്ഷപ്പെടാനും അച്ഛൻ പറയും. അനു അത് കേൾക്കുന്നതോടെ സൈലൻ്റ് ആകുന്നു. പിറ്റേന്ന് വീണ്ടും അവർ ഓരോ തെരുവിലും പോയി അപ്പൂപ്പനെ അന്വേഷിച്ച് നടക്കുന്നു. അതിനിടയിൽ അനു ചന്ദ്രനെ അച്ഛാ എന്ന് വിളിക്കുന്നു. കാലങ്ങളായിരുന്നു അവൻ അങ്ങനെ അച്ഛനെ വിളിച്ചിട്ട്. അങ്ങനെ അച്ഛനും മകനും തമ്മിലുണ്ടായിരുന്ന ദേഷ്യമൊക്കെ മാനസികമായി അലിഞ്ഞ് ഇല്ലാതാകും. അപ്പൂപ്പന് വേണ്ടിയുള്ള അന്വേഷണം പിന്നെയും തുടരുമെങ്കിലും അപ്പൂപ്പനെ കണ്ടുകിട്ടുന്നില്ല. അങ്ങനെ ഒരുവിധം കാശി മുഴുവൻ അവർ കുടുംബമായി അപ്പൂപ്പനെ അന്വേഷിച്ച് നടക്കും. ഉറക്കം പോലും നഷ്ടപ്പെട്ട് അതോടെ അപ്പൂപ്പനെ തിരഞ്ഞ് അനു തെരുവിലൂടെ നടക്കും. അവസാനം ശവങ്ങളെല്ലാം ദഹിപ്പിക്കുന്നിടത്തേക്ക് വന്ന് അപ്പൂപ്പൻ്റെ ഫോട്ടോ കാണിച്ച് ചോദിക്കുമ്പോൾ കുറച്ചു മുമ്പ് ഞങ്ങൾ ഇദ്ദേഹത്തിനെയാണ് ഇവിടെ ദഹിപ്പിച്ചതെന്ന് തോന്നുന്നു എന്ന് അതിലൊരാൾ പറയുന്നു. ആകെ സങ്കടപ്പെട്ട് നടന്നു വരുന്ന അനു അപ്പൂപ്പൻ്റെ ചെരുപ്പ് പോലെ ഒരു ചെരുപ്പ് അവിടെ കിടക്കുന്നത് കാണുന്നു. അതുകൂടി കാണുന്നതോടെ അലമുറയിട്ട് അവൻ കരയാൻ തുടങ്ങും. ഇതേസമയം നമ്മുടെ അപ്പൂപ്പനാണെങ്കിലോ നാട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൂപ്പൻ നേരെ വീട്ടിൽ വന്ന് രവിമാമനെ കാണാറുള്ള ജനലിലൂടെ അപ്പുറത്തെ വീടിൻ്റെ ശൂന്യമായ ജനലിലേക്ക് നോക്കി നിൽക്കുന്നു. കാശിയിൽ അനു ഈ സമയം കാറി വിളിച്ച് എല്ലാവരെയും കൂട്ടി ഡെഡ് ബോഡി ദഹിപ്പിക്കുന്നിടത്തേക്ക് വരുന്നു. അങ്ങനെ അവിടെ ഇരുന്ന് എല്ലാവരും കൂടി അപ്പൂപ്പന് വേണ്ടി കൂട്ടക്കരച്ചിൽ നടത്തും. ശേഷം ചന്ദ്രൻ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി മുടിയും താടിയും മീശയും എല്ലാം എടുത്ത് ആ കർമ്മങ്ങൾ ചെയ്യുന്നതിനിടയിൽ ചാക്കോ വിളിച്ച് അപ്പൂപ്പൻ നാട്ടിലെത്തിയതായി പറയുന്നു. കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന അച്ഛനോട് അനു മടിച്ച് കാര്യം പറയും. അതോടെ ചന്ദ്രൻ ദേഷ്യപ്പെടുമെന്ന് വിചാരിക്കുന്നെങ്കിലും ചന്ദ്രന് ചിരിയാണ് വരുന്നത്. ശേഷം അവർ നാട്ടിലേക്ക് തിരിക്കുന്നു. വണ്ടിയിലിരുന്ന ഒരു പെണ്ണ് കാരണം കല്യാണം മുടങ്ങിയതോടെ എന്തൊക്കെ നടന്നെന്ന് അഭി പറയും. അനഘയും അയാളും തമ്മിൽ പ്രേമമൊന്നും ആയിരുന്നില്ല, നമ്മളത് മനസ്സിലാക്കിയില്ലെന്ന് അനു പറയുമ്പോൾ നമ്മളല്ല നീയാണ് മനസ്സിലാക്കേണ്ടിയിരുന്നത്, ഞാൻ അനഘയെ വിളിച്ചിരുന്നതായി രമ പറയുന്നു. അതോടെ അനു അനഘയുടെ നമ്പറിലെ ബ്ലോക്ക് മാറ്റും. അവരങ്ങനെ വീട്ടിലെത്തി അപ്പൂപ്പനെ തിരക്കുമ്പോൾ കാണുന്നില്ല. ചാക്കോയോട് തിരക്കുമ്പോൾ ഇന്നലെ വരെ അപ്പൂപ്പൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, രാവിലെ ഞാൻ കഞ്ഞി കൊണ്ട് കൊടുത്തതാണെന്ന് അയാൾ പറയും. ഈ സമയത്ത് അപ്പുറത്തെ രവിമാമൻ്റെ മകൻ അപ്പൂപ്പൻ അവിടെ ചെന്നതായി പറയുന്നു. തൻ്റെ അച്ഛനുമായി വലിയ സൗഹൃദമായിരുന്ന അപ്പൂപ്പൻ രവിമാമൻ്റെ ചിതാഭസ്മം വേണമെന്ന് വാശി പിടിച്ച് പറഞ്ഞതോടെ അയാൾ കുറച്ച് ചിതാഭസ്മം അപ്പൂപ്പനെ ഏൽപ്പിച്ചിരുന്നു. അതുമായി കാശിയിലേക്ക് പോയി എന്ന് അയാൾ പറയുന്നതോടെ ചന്ദ്രനും കുടുംബവും നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്നു. അപ്പോഴുണ്ട് ദേ അപ്പൂപ്പൻ ട്രെയിനിൽ നിന്ന് ഇറങ്ങാൻ എല്ലാവരും അപ്പൂപ്പനെ നിർബന്ധിക്കുമെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് പൊയ്ക്കോളാം, എന്നെ ഒന്ന് വെറുതെ വിടടേ, നിങ്ങൾക്കൊക്കെ ഒരു യാത്ര പോവാൻ അറിയില്ലെന്ന് അപ്പൂപ്പൻ പറയുന്നു. പറഞ്ഞു തീരുന്നതും അപ്പൂപ്പനെ ഒറ്റയ്ക്ക് വിടാൻ മടിച്ച് 4 പേരും ട്രെയിനിൽ അപ്പൂപ്പൻ്റെ കൂടെ കയറുന്നു. എന്നാൽ TTR വന്ന് നോക്കുമ്പോൾ ടിക്കറ്റ് ഇല്ലാഞ്ഞതിനാൽ 4നെയും ട്രെയിനിൽ നിന്ന് പുറത്താക്കും. അപ്പൂപ്പൻ ഒറ്റയ്ക്ക് എങ്ങനെ പോയിട്ട് വരുമെന്ന് രമ ടെൻഷൻ അടിക്കുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ യാത്ര ചെയ്യാൻ ആകെ അറിയാവുന്നത് അപ്പൂപ്പന് മാത്രമാണ്. അതുകൊണ്ട് സമാധാനത്തോടെ അദ്ദേഹം പോയിട്ട് വരട്ടെ എന്ന് ചന്ദ്രൻ പറയുന്നതോടെ ചിത്രം അവസാനിക്കും.